നമ്മുടെ മാരിയോ ജോസഫിനെ ഇളകി എന്ന് പറഞ്ഞാൽ പുടുത്തം വിട്ടുപോയി. പുള്ളിക്ക് എങ്ങനെങ്കിലും ഇല്ല സെപ്റ്റിക് ടാങ്കിൽ നിന്നൊന്ന് കരകയറി അതിൻ്റെ വക്കിലിരുന്ന് കുറച്ച് ക്രൈസ്തവ മതവിശ്വാസികളെ പറ്റിക്കണം. അതിന് വല്ലാണ്ട് അഭ്യാസമായിട്ട് ചാടി ഇറങ്ങി രംഗത്ത് വന്നു. അൻസാരി സുഹരിയെ കൈകാര്യം ചെയ്യാനായിട്ടാണ് പുള്ളി ഇറങ്ങിയത്. പുള്ളിക്ക് ഒന്നും സഹിക്കുന്നതേയില്ല. അൻസാരി സുഹരി ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരുടെ ഒക്കെ വിഭാഗത്തിൽ വരുന്നവരായിരുന്നു. അതുകൊണ്ട് ആ യോഗ്യതയെ അൻസാരി സുഹരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. എൻ്റെ മാരിയോ, പഴയ സുലൈമാനെ, പുറം കറുത്തോ വെളുത്തോ ഒക്കെ എങ്ങനെങ്കിലുമൊക്കെ ഇരിക്കട്ടെ, പക്ഷേ ഇയാളുടെ അത്രയും അഴുക്കുണ്ടല്ലോ, അഴുക്കെന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമ ചാനലുകളിൽ ഇത്രയേറെ അഴുകിയ ഒരു കുടുംബജീവിതവും ഒരു വ്യക്തിത്വവും തനിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? യഥാർത്ഥത്തിൽ താൻ ഇതിനകത്ത് പൊത്തു വിളിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോഴേ അവിടെ നിന്നവരെല്ലാം പറഞ്ഞല്ലോ താങ്കൾ ചെന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. പിന്നെ അവരെ അഭ്യാസം കാണിച്ച് പലതുമൊക്കെ കാണിച്ച് അവസാനം ഭാര്യയും കുടുംബവും തന്നെ ഇയാൾ ആരാണെന്ന് കാണിച്ചു തന്ന് പൊതുസമൂഹത്തിൽ പിന്നെ ബോധ്യപ്പെടുത്തിയ ശേഷമല്ലേ ഇയാൾ പോയത്. സ്വന്തം വീട്ടിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കെ വ്യാജമായി ആളുകളെ പറ്റിച്ച് ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ച് കുടുംബജീവിതം അവതരിപ്പിച്ച് എന്നിട്ട് അവതരിപ്പിച്ച് ക്യാമറ അണച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിന് പിടിച്ച് ഫ്ലവർ പോട്ട് എടുത്ത് വെച്ച് തലയ്ക്കടിച്ച് പൊട്ടിച്ച് അത്രയും വ്യാജൻ കാണിച്ച താങ്കൾക്ക് ഒരു കുടുംബവും 3-4 മക്കളും ഒക്കെയായി സന്തോഷത്തോടെ കഴിയുന്ന അൻസാരി സൂര്യയെ പറയാൻ എന്ത് യോഗ്യതയുള്ളത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് യോഗ്യതയുള്ളത്? ഏതായാലും പുള്ളിയുടെ പ്രഭാഷണം കേൾക്കാം. എനിക്ക് എന്തോ ഇഷ്ടമാണ് ചാന്തുപൊട്ട്. അത് കഴിഞ്ഞിട്ട് പറയാം, ഇതാണോ മുസ്ലിം? കാഫറിനോടുള്ള താങ്കളുടെ അറുപ്പും വെറുപ്പും എന്ത് വ്യക്തമായിട്ട് ആ ബോഡി ലാംഗ്വേജിൽ വെച്ചിട്ടുണ്ടെന്നറിയോ? ഇതിന്റെ പേരാണോ വർഗീയത എന്നത്? അല്ല, ഇത് കാഫറിനോടുള്ള എതിർപ്പൊന്നുമല്ല. കാഫറാണെങ്കിൽ എത്രയോ മാന്യമായും മനോഹരമായിട്ടാണ് മറുപടി പറയുന്നത്. ഇയാൾ ഇതുപോലെ കോമഡി കാണിച്ചതല്ലേ? കുടുംബജീവിതം വെച്ച് ജ്യൂസ് വെച്ച് ഭാര്യ ഭർത്താവിന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെ? ജിജിമോൾ വരൂ, മരിയോ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം അഭിനയം കാണിച്ച ആളാണ് ഇയാൾ ചാനലിൽ. കുടുംബജീവിതത്തെ പഠിപ്പിക്കാൻ, നല്ല മാന്യമായി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് പേരെ പറ്റിക്കാൻ വേണ്ടി ചേർന്ന് പറ്റിക്കൽ നടത്തിയ താങ്കളാണോ ഈ പറഞ്ഞ പുള്ളി ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാൻ നാക്കുന്നത്? അദ്ദേഹം അത് ട്രോളി പറഞ്ഞതാണെങ്കിലും പറയാം. നിങ്ങളത് ഉപജീവന മാർഗത്തിന് വേണ്ടി ഈ കുഞ്ഞഞ്ഞ എത്ര നാൾ ഈ ചാനലുകളിൽ ഇരുന്ന് പറഞ്ഞു. എന്നിട്ടാണ് പുള്ളി ഇപ്പൊ ഈ സാധനവും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ പേരാണ് വർഗീയത എന്നത്. താനൊന്നും ഈ തലപ്പാവ് നിട്ട് നടക്കാൻ പറ്റിയ ഒരു മൂവ്മെന്റൊന്നുമല്ല, ഒരു സംശയം വേണ്ട. വെറുപ്പ് ഉള്ളിൽ സൂക്ഷിച്ചിട്ട് മറ്റുള്ളവരെ ഹാസ്യപരമായി കളിയാക്കി നാണം കെടുത്തി എൻജോയ് ചെയ്യുന്ന സാധനമാണ് താൻ. എടോ മാരിയോ, തന്നെയല്ലേ അൻസാരി സുഹരി കളിയാക്കിയുള്ളൂ. ഇയാൾ എത്ര ലക്ഷം ജനങ്ങളെ വിഡ്ഢിയാക്കിയത്? ഈ മതത്തിൽ കുറവുള്ളത് കൊണ്ടാണ് അപ്പുറത്ത് ചെന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ആളുകളെ മൊത്തം പറ്റിച്ച് അവിടെ ആദ്യം വേറൊരു സ്ഥലത്ത് 2 പേരൂടെ തുടങ്ങി, പിന്നെ സ്വയം സംരംഭം ഏറ്റെടുത്ത് തുടങ്ങി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന സംഗതികൾ മുഴുവൻ കാണിച്ചു കൂട്ടി. സിനിമയിലൊക്കെ ആണെങ്കിൽ അവർ പിന്നെ അഭിനയിച്ച് അതിൻ്റെ കാശ് വാങ്ങുന്നതേ ഉള്ളൂ. നിത്യജീവിതത്തിൽ ആണ് അത് അവരുടെ ജീവിതമാണെന്ന് ഒരു സിനിമാ നടന്മാരും പറയുന്നില്ല. എന്നാൽ താങ്കളും ഭാര്യയും കൂടി അഭിനയിച്ച് കളിപ്പിച്ച് പറ്റിച്ച് വഞ്ചിച്ച് ക്രൈസ്തവരായ പാവത്തുങ്ങളുടെ കാശ് വലിച്ചെടുത്തതിൻ്റെ 10-1 പോലും 100-1 പോലും ഈ അൻസാരിയെ കൊണ്ട് മുസ്ലിം സമുദായത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവരുടെ ചോരയെ ഊറ്റിയും അവരെ കറന്നെടുത്തൊന്നും അല്ല പുള്ളി ജീവിക്കുന്നത്. പക്ഷേ താങ്കൾ അങ്ങനെ ആയിരുന്നില്ല, അവരെ കറന്നെടുത്താണ് ജീവിച്ചത്. ഇനി ബാക്കിയുടെ കേട്ടോളൂ. ഞാൻ സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. പ്രശ്നമുണ്ടോ? ഭാരതത്തിൽ ജനിച്ചിട്ടാണെന്ന് വിചാരിക്കുക. സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. എൻ്റെ പൊന്നു ചങ്ങാതി, താൻ സെന്റ് ഫ്രാൻസിസ്കോയിലല്ല ജനിച്ചെന്നുള്ളത് തന്നെ കണ്ട ആർക്കും മനസ്സിലാവും. പിന്നെ എന്തിനാ ഈ നുണ പറയുന്നത്? ഇനി അടുത്തത് പറഞ്ഞോട്ടെ. ഇനി താനെങ്ങാനും സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചെങ്കിൽ സെന്റ് ഫ്രാൻസിസ്കോയിലെ ഡൗൺ ടൗണിലെ ഈ നമ്മുടെ ബിലാലുൽ മുഅദ്ദിൻ്റെ, ഞാൻ പറഞ്ഞ വർഗീയതയായി പോകും അതുകൊണ്ട് അത് പറയുന്നില്ല, ബിലാലുൽ മുഅദ്ദിൻ്റെ കൗമുണ്ട് അവിടെ. അത് നിങ്ങളെപ്പോലെ ഇരിക്കും കണ്ടാൽ. അവർക്ക് നിരന്തരം കഞ്ചാവ് വേട്ടയും അല്ലെ അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ കൊക്കൈനും പിന്നെ ഈ തോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം അടി നടക്കുന്ന ഒരു കൗമുണ്ട്. ഒരു കൗമ് ആ കൗമിൽ ജനിച്ചതുപോലെ ഉണ്ട് താങ്കളെ കണ്ടാൽ. അത് ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ്. എൻ്റെ പൊന്നു ചങ്ങാതി, ഭാരതത്തിലുള്ള എല്ലാ ഔദാര്യവും താങ്കൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞത് ആരുടെ ഔദാര്യം കൊണ്ടാണെന്ന് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ഇവിടെയുള്ള ഹൈന്ദവരുടെ ഔദാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും താങ്കൾക്കും കിട്ടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെന്തിനാ ഇത്ര ഹാസ്യം
താങ്കൾ കുറേ ഹാസ്യത്തിലൂടെ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങളെല്ലാം ഭയങ്കര സ്ട്രെസ് ആയിരിക്കുമ്പോൾ കുറച്ച് ചിരിക്കണം. ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ കോമാളിത്തരം കണ്ടിട്ട് അവർ ചിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് വർഗീയ വിഷവും കൂടെ അങ്ങ് കുത്തി കയറ്റുന്നതല്ല താൻ ചെയ്യുന്ന പണി. 100 രൂപ വേണ്ട, സ്വന്തം ഭാര്യക്ക് 100 രൂപ അങ്ങനെ ചെലവിന് കൊടുക്കടാ സുലൈമാനെ. സ്വന്തം ഭാര്യ TV ബോക്സിൽ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി അവളിപ്പോ ചെലവിന് സ്വന്തം ജീവിക്കാൻ വേണ്ടി അച്ചാറച്ചവടം നടത്തുകയാണ്. പട്ടിനടിക്കുന്ന പോലെ അടിക്കുന്ന ബാക്കി ഞാൻ പറയുന്നില്ല. ഇവിടെ നീ 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. 500 വേണ്ട, 300 രൂപ സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാം. 4 വീടുണ്ടോ, ഒരൊറ്റ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കിയിട്ടില്ല, അവർ അവിടെ 4 വീടും അവർ സ്വയമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പണിയെടുത്തുണ്ടാക്കി തന്നെയാണ്, അല്ലാതെ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നുമല്ല, പണിയെടുത്തുണ്ടാക്കിയതാണ്. കഴിഞ്ഞ 21 വർഷം അവർക്ക് ചെലവിന് നീയാണോ അല്ല നിന്റെ വാപ്പയാണോ കൊണ്ടു കൊടുത്തത്? അവർ അന്തസ്സായി ജീവിക്കുന്നത്. ഇനി നീ നിന്റെ ഭാര്യനെ ഒരു കറുത്ത ചാക്കിനകത്ത് പൊതിഞ്ഞിട്ട് ഒരു മുറിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ ഈ അടുക്കളയിൽ മാത്രം. നിന്റെ ഭാര്യനെ പുറത്തു കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ സ്വാതന്ത്ര്യത്തോടെ കൊണ്ടുവരാൻ തനിക്ക് പറ്റുമോ? സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പരസ്യമായിട്ട് ബിസിനസ് ചെയ്യിക്കാൻ പുറത്തിറക്കാൻ തനിക്ക് പറ്റുമോ? തനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എങ്ങനെ അവൾ ഇനിയും ബിസിനസ് ചെയ്യും, അവൾ ഇനിയും കാശുണ്ടാക്കും, അത് ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. അത് ചോദ്യം ചെയ്യാൻ താനാരാ? എന്തുവാണ് അങ്ങാടി തോറ്റേനെ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞാൽ വല്ലവൻ്റെ കുടുംബത്തിലെ രാജ്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ആസ്വദിക്കുന്നതാണോ ഡിഫൻസ്? അറിവ് ഒരു ഉസ്താദ് എന്ന പേരെങ്കിലും ഇല്ലല്ലോ, അതിന്റെ മര്യാദയെങ്കിലും കാണിക്കും. ഞങ്ങളുടെ സക്കാത്ത് അതൊക്കെ ഞങ്ങളുടെ സംവിധാനത്തിലുള്ളതല്ലടാ. നിനക്ക് അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. ഞങ്ങളുടെ മുസ്ലിങ്ങൾക്കല്ലേ അങ്ങനെ സർക്കാർ സക്കാത്തൊക്കെ സംവിധാനങ്ങളുണ്ട്. അങ്ങനത്തെ സക്കാത്തുണ്ട്, അവകാശം പറയാനുണ്ട്. എന്ത് പൊട്ടത്തരാ ചങ്ങാതി വിളിച്ചു പറയുന്നത്? സദക്കയും സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ സംവിധാനമുള്ളൂ. എടാ, നിന്റെ ഈ മുസ്ലിം എന്ന് പറയുന്ന സാധനം തന്നെ മോഷ്ടിച്ച് കൊണ്ടുപോയത് പഴയ നിയമ ബൈബിൾ പെന്ററ്റോക്കിൽ നിന്നും അതുപോലെ തന്നെ പ്രവാചക ചരിത്ര നബിയും കെത്തുബീനിൽ നിന്ന് മോഷ്ടിച്ചതല്ല. അതുകൂടാതെ പുതിയ നിയമത്തിലെ ഇഞ്ചിലിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയതല്ലേ? ഇതുകൂടാതെ അന്ന് പേർഷ്യയിൽ ഉണ്ടായിരുന്ന വിഗ്രഹാരാധകർ ഹൈന്ദവരുടെ കോപ്പി അടിച്ച് കൊണ്ടുപോയതല്ലേ? എന്താ നിനക്ക് സംശയം ഉണ്ടോ? ഞാൻ പറഞ്ഞു തരണം ഓരോന്നോരോ. യഥാർത്ഥത്തിൽ എത്ര റിലാക്സ്ഡ് ആയിട്ട്, എത്ര കൂളായിട്ട്, എത്ര സരസമായിട്ടാണ് ഈ അൻസാരി സൂര്യ താങ്കളെ കൈകാര്യം ചെയ്തത്. എന്നാൽ താങ്കൾ എന്തായി കാണിക്കുന്നത്? സ്വന്തം ഭാര്യ പോലും അംഗീകരിക്കാത്ത, അവരെ പോലും വിശ്വസിക്കാത്ത, അവരെ പോലും നോക്കാൻ മാന്യമായി കൊണ്ടു നടക്കാനും ജീവിക്കാനും അറിയാത്ത ഈ താങ്കളാണോ ബാക്കിയുള്ളവർക്ക് മാർക്കിടുന്നത്? പോയി പണി വല്ലതും പോയി നോക്ക് പഴയ സുലൈമാനെ. ക്രൈസ്തവ മതവിശ്വാസികളോട് പറയുക, ഇയാളെ കണ്ടുണ്ടല്ലോ, ഇയാളെ കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ നടക്കരുത്. ഇയാൾ ഈ പറഞ്ഞതുപോലെ ജോലിയെടുത്ത് ജീവിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഈ അൻസാരി സുഹരിയുടെ അടുത്ത് ഈ വീഡിയോ ഇടുന്നതും ബാക്കി പല അഭ്യാസങ്ങളും കാണിക്കുന്നതെല്ലാം എന്തിനാണെന്നറിയോ? വീണ്ടും ആ മുഖ്യധാരയിൽ വന്ന് നിങ്ങളെ കൊണ്ട് ജീവിക്കാനാണ്. അതിനവസരം ഉണ്ടാവരുത്, അത്രയേ ഉള്ളൂ.